അടുത്ത ഞായറാഴ്ച നമ്മൾ SKN40 പ്രമാണിച്ചുള്ള ഞാൻ ഈ ടെലിവിഷൻ അതുപോലെ റേഡിയോയിലൊക്കെ വന്നിട്ട് 40 വർഷം തികഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ വേറെ രീതിയിലൊരു ആഘോഷമാക്കി മാറ്റുന്നു. അതായത് കേരളം നിങ്ങൾക്കറിയാം ഏറ്റവും അക്രമാസക്തമായ ലഹരിയുടെ പിൻവലയത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സമയത്താണിത്. MDMA പോലുള്ള മാരക ലഹരി മരുന്നുകൾ കേരളത്തിൽ വ്യാപകമാകുന്നു. അതുപോലെ കൊലക്കത്തി കയ്യിലെടുക്കാൻ ചെറിയ പ്രായക്കാർ പോലും തയ്യാറാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ SKN40 എന്ന് പറയുന്ന പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ വിപുലമായ പരിപാടി 30 ദിവസങ്ങളിൽ കേരളത്തിലെ 14 ജില്ലകളിലും മിക്ക താലൂക്കുകളിലും ടച്ച് ചെയ്ത് നമ്മളൊരു യാത്ര നടത്തുകയാണ്. ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം ഒഴിവാക്കിയ പ്രേക്ഷകരുടെ സമീപം വന്ന് നേരിട്ട് നമ്മൾ സംസാരിച്ച് നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ എന്ത് കഴിയും, അതുപോലെ അമ്മമാർക്ക് വാത്സല്യത്തിൻ്റെ ചൂലെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കും. അതിൻ്റെ ഒരു പ്രൊമോഷണൽ ട്രെയിലർ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് കണ്ടോളൂ. മലയാളിയുടെ ആദ്യ സംവാദകൻ R. ശ്രീകണ്ഠൻ നായർ മാധ്യമലോകത്ത് 40ന്റെ നിറവിൽ. 4 പതിറ്റാണ്ടിന്റെ ഊർജവുമായി SKN പുതിയൊരു അംഗത്തിന് കച്ചമുറുക്കുന്നു. പതിനാല് ജില്ലകളിലൂടെ SKNന്റെ അത്യപൂർവ റോഡ് ഷോ. 30 ദിവസം നീണ്ടുപോകുന്ന കേരള പര്യടനം. മലയാളിയുടെ ഹൃദയം തൊട്ടെറിഞ്ഞ SKN ജനമനസ്സുകളിലൂടെ നേരിട്ട് വെളിച്ചമായി ഒരു യാത്ര തുടങ്ങുന്നു. മലയാളിയുടെ ഉറക്കം കെടുത്തുന്ന ചോരക്കൊതിയും കുട്ടികളെ പോലും വേട്ടയാടുന്ന മയക്കുമരുന്ന് സംഘങ്ങളും നാടിനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഒരു പുതിയ പോരാട്ടത്തിന് ജനങ്ങളെ സജ്ജരാക്കാൻ SKN വരികയാണ്. SKN40 മാർച്ച് 16 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരത്തു നിന്ന് ആരംഭിക്കുന്നു. വിശദാംശങ്ങൾ ഉടൻ. അപ്പോൾ പ്രേക്ഷകരെ കൂടുതൽ വിശദാംശങ്ങൾ തരും. നമ്മൾ ഒന്നിച്ച് അണിചേരും. നമ്മൾ സ്ത്രീകളുടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കും. മാത്രമല്ല ഇതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതേപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നമ്മുടെ വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ലഹരിമുക്ത കേരളം ഉണ്ടാക്കാനും അതുപോലെ അക്രമരഹിത കേരളം ഉണ്ടാക്കാനും എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന കാര്യം ക്രോഡീകരിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിക്കും അതേപോലെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കും അനന്തര നടപടികൾക്കായിട്ട്. കാര്യം നേരിട്ട് സമ്മതിക്കുമ്പോൾ നമുക്ക് നേരിട്ട് പല കാര്യങ്ങളും അറിയാൻ കഴിയും. നമുക്ക് എന്തായാലും ഈ ലഹരി മാഫിയ സംഘം അവർ പല നഗരങ്ങളിൽ ഇപ്പോൾ കാര്യമായിട്ട് അവരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ കടക്കൽ കത്തി വെക്കണം നമുക്ക്. അതുപോലെ അമ്മമാർ ചിലപ്പം ഈ പുരുഷന്മാരൊക്കെ കുറച്ചൊക്കെ മദ്യപിക്കുന്ന ആൾക്കാരായിരിക്കും, നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുട്ടികളോട് നീ ലഹരി മരുന്നൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ കേട്ടുവെന്ന് വരില്ല. അതേസമയം അമ്മമാർ പറഞ്ഞാൽ, കാര്യം ഒരു തുള്ളി മദ്യം പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഒരാൾ പറയുമ്പോൾ അതിലൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. അതുകൊണ്ട് അമ്മമാരാണ് ഇതിൽ ഏറ്റവും കരുത്തരായി ഇറങ്ങേണ്ടത്. കാര്യം അമ്മമാർക്കാണ് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ വഴിവിടേക്ക് ഏറ്റവും വേദന ഉണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അമ്മമാർ ചൂലെടുക്കണം. അത് വാത്സല്യത്തിൻ്റെ ചൂലായിക്കോട്ടെ, അക്രമത്തിൻ്റെ ചൂലാകണ്ട. ആ ചൂലുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ നേരെയാക്കണം. ഈ ലഹരി ഇനി മുന്നോട്ട് പ്രത്യേകിച്ച് ഡ്രഗ് പോലുള്ള സാധനങ്ങൾ പ്രചരിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടും. നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് വളരെ വിനാശകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.